അതേസമയം തന്നെ ശ്രീജിത്ത്, മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് നമുക്കറിയാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നു വരുന്ന വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും സമരം ജാതി വിവേചനവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം. അതായത് പുരോഗമന സമൂഹം എന്ന് നമ്മൾ അറിയപ്പെടുമ്പോഴും ഇപ്പം നമ്മുടെ നാട്ടിൽ നിലവിൽ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ നടക്കുന്നുണ്ട്, സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതും ആശ്ചര്യം തന്നെയാണ്. എന്തായാലും ഈ അടൂരിന്റെ ആ പ്രതികരണം വന്നതിന് അടൂർ ഗോപാലകൃഷ്ണൻ പ്രതികരണം വന്നതിന് ശേഷം അവിടുത്തെ ജീവനക്കാർക്ക് അടക്കം അതിന് മറുപടി പറയാനുണ്ട് എന്ന ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട്. തീർച്ചയായും. അപ്പോൾ ആ പ്രതികരണങ്ങൾ അവരുടെ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ഇന്ന് അടൂരിന്റെ പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ട് പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികരണങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീജിത്ത്, നമുക്കറിയാം കഴിഞ്ഞ ദിവസം അന്വേഷണ കമ്മീഷൻ ഈ ഡയറക്ടറിന്റെ ക്വാർട്ടേഴ്സിലടക്കം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവെടുപ്പ് അടക്കം നടത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഒക്കെ കൂടി നോക്കുമ്പോൾ എങ്ങനെയാണ് ആ ഒരു വാർത്തയുടെ ഗതി ഇപ്പോൾ ഉള്ളത്? ആര്യ, ഇന്നലെ തെളിവെടുപ്പുണ്ടായിരുന്നു. അത് ചെറിയൊരു വ്യത്യാസമുള്ള ക്വാർട്ടേഴ്സിലല്ല, ഇവിടെ കളക്ടറേറ്റിൽ കോൺഫറൻസ് ഹാളിലാണ് ജയകുമാർ. ഒരു അദാലത്ത് പോലെയായിരുന്നു. അദ്ദേഹം അവിടെ കാത്തിരുന്നു. അദ്ദേഹത്തിനൊപ്പം ഒപ്പമുള്ള അംഗം ഉണ്ടായിരുന്നു. ജില്ലാ കളക്ടറും ഇടയ്ക്ക് ചില സമയങ്ങളിൽ ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തു. ആദ്യം വിദ്യാർത്ഥികളുടെ ഊഴമായിരുന്നു. അവരെത്തി പരാതികൾ പറഞ്ഞു. ഒപ്പം തന്നെ രേഖാമൂലം വിശദമായ പരാതികൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അധ്യാപകരും അനധ്യാപകരും ഒക്കെ എത്തി സമാനമായ രീതിയിൽ തന്നെ ഈ ഡയറക്ടർ ശങ്കർ മോഹനെതിരായ പരാതികൾ പറഞ്ഞു. ജാതി വിവേചനം, അവിടുത്തെ നിയമനങ്ങളിലെ സംവരണ അട്ടിമറി അടക്കമുള്ള വിവിധ വിഷയങ്ങൾ, അവിടുത്തെ കരാർ തൊഴിലാളികളാണെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു. പ്രത്യേകിച്ച് വീട്ടുജോലി ചെയ്യിപ്പിക്കൽ, അത് മനുഷ്യത്വഹീനമായ രീതിയിൽ അവരോട് പെരുമാറൽ, അത്തരം ജോലികൾ ചെയ്യിപ്പിക്കൽ, ജാതി നോക്കി ജോലികൾ ചെയ്യിപ്പിക്കൽ, ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള പരാതികൾ അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ജയകുമാർ, മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ ജയകുമാർ എന്നാണ് ഇതിന്റെ അധ്യക്ഷൻ. അദ്ദേഹം ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഈ സമരത്തിന്റെ ഗതി എന്ത്, ഈ സമരം തീരുമോ, അല്ലെങ്കിൽ ഈ ശങ്കർ മോഹനെതിരെ നടപടി ഉണ്ടാകുമോ എന്നൊക്കെ അറിയേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടത് 65 വയസ്സ് എന്നുള്ള പ്രായപരിധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇത്തരം സ്ഥാപനങ്ങളിൽ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. സർക്കാർ തന്നെ അത് ശങ്കർ മോഹനെ ഓർമ്മിപ്പിച്ച് കത്തയക്കുക കൂടി ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഈ കാരണങ്ങൾ, നേരത്തെ പറഞ്ഞ കാരണങ്ങൾ ഒന്നും തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ശങ്കർ മോഹനെ എന്നോ മാറ്റാവുന്ന അവസ്ഥയുണ്ട്. പക്ഷേ സർക്കാരിന് അവിടെ ഒരു പിടിവാശി ചില കാരണങ്ങൾ കൊണ്ട് അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് സമരക്കാരും വിശ്വസിക്കുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ ഇന്നലത്തെ തെളിവെടുപ്പും അതിന്റെ റിപ്പോർട്ടും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഈ ജയകുമാർ അടക്കം അടൂർ ഗോപാലകൃഷ്ണനൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളാണ് എന്ന ആരോപണങ്ങൾ വിദ്യാർത്ഥികൾ തന്നെ പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഒരു ദളിതംഗം, ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരു അംഗം കൂടി കമ്മീഷനിൽ ഉണ്ടാകണമെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ അവർ പങ്കുവെക്കുകയും ചെയ്തതാണ്. എന്തായാലും ആ കാരണങ്ങളും പരാതികളും ഒക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾ പൂർണ്ണമായും ഈ അനധ്യാപകരും പരാതിക്കാരെല്ലാം വന്നപ്പോൾ അവരുടെ പരാതി ബോധിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇതെല്ലാം വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും ജയകുമാർ സർക്കാരിന് റിപ്പോർട്ട് നൽകുക. ആ റിപ്പോർട്ട് പ്രധാനമാണ്. ഈ സമരം കേരള ശ്രദ്ധയെ ആകർഷിക്കുന്നു. കേരളത്തിന് പുറത്തുള്ള ഫിലിം ക്യാമ്പസുകളിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യങ്ങൾ പോലും, ഇതിന് ഐക്യദാർഢ്യ പ്രതിഷേധങ്ങൾ ഉയർന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് പലയിടത്തും ശ്രദ്ധയിലേക്ക് വന്നൊരു വിഷയമാണ്. അതിൽ സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിഷയമാണ്.